എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്ത് വലിയൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന വീട് വരുന്നത്. 4 സെന്റിൽ 1800 സ്ക്വയർ ഫീറ്റിൽ ഭംഗിയായിട്ടാണ് ഇന്റീരിയറും എക്സ്റ്റീരിയറും ഈ ഒരു വീട്ടിൽ ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം 40ഓളം വില്ലകൾ വരുന്ന വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്ക് അകത്താണ് ഈ കാണുന്ന വീട് വരുന്നത്. വീടിലൂടെ കടന്നു പോകുന്ന റോഡ് നോക്കുവാണെങ്കിൽ ഇന്റർലോക്കിംഗ് ടൈലാണ്. അടുത്തടുത്തൊക്കെ ആയിട്ട് ധാരാളം വീടുകളുള്ള വലിയൊരു വില്ല കമ്മ്യൂണിറ്റി തന്നെയാണ്. എക്സാക്ട് ആയിട്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്താണ്. 2020 പഞ്ചായത്തിന്റെ അണ്ടറിൽ ചമ്മലപ്പടി എന്നാണ് സ്ഥലത്തിന് പേര് വരുന്നത്. മെയിൻ റോഡിനോട് ബസ് റൂട്ടിനോടൊക്കെ ഏകദേശം അടുത്ത് തന്നെയാണ് ഇത് വരുന്നത്. നമുക്കൊരു 300 മീറ്റർ ഒക്കെ മെയിൻ റോഡിൽ നിന്ന് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. ഇവിടെ നിന്ന് കിഴക്കമ്പലം ജംഗ്ഷനിലേക്ക് 2.8 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 9.2 കിലോമീറ്റർ, തൃപ്പൂണിത്തുറ നോക്കുവാണെങ്കിൽ 18, ആലുവയിലേക്ക് 11, ഇടപ്പള്ളിയിലേക്ക് 14, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 19 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭംഗിയായിട്ട് ഇതിന്റെ ഡിസൈനുകളും ടെക്സ്ചർ വർക്കുകളും ഡിസൈനുകളും എല്ലാം കൊടുത്ത് നല്ലൊരു കളർ കോമ്പിനേഷനാണ് പെയിന്റിങ്ങിനും വരുന്നത്. മതിൽ നോക്കുവാണെങ്കിലും നല്ലൊരു ഡിസൈൻ കൊടുത്ത് GA പൈപ്പിന്റെ വർക്കുകൾ വരുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള പില്ലറുകളിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് ആണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിനകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു മുറ്റം തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കടന്നു വരുന്നത് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലാണ്. അവിടെ ഒരു കാറും ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലേക്കുള്ള സ്പേസിൽ രണ്ടാമതൊരു കാർ പാർക്ക് ചെയ്യാവുന്നതാണ്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ ടൈലും കോബിൾ സ്റ്റോൺസും മിക്സ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. മെയിൻ കാർ പോർച്ച് നോക്കിക്കോളൂ. നല്ല രീതിയിൽ പില്ലറൊക്കെ നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. നമുക്ക് നേരെ റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഗേറ്റ് തുറന്നു വരുന്ന സമയത്ത് ആ ഒരു പോർഷനിൽ പ്ലാൻ ബോക്സ് ഒക്കെ വെച്ചിട്ട് ഓൾറെഡി പ്ലാന്റ്സ് അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ടൊരു പാറ്റോ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാട്ടർ ഫോൾ ചെയ്യാനായിട്ട് ഭംഗിയായിട്ടാണ് ആ ഒരു സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ട് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ നോക്കുവാണെങ്കിൽ അറ്റം വരെ പോകാനുള്ള സ്പേസ് ഉണ്ട്. ഫ്ലോറിലൊക്കെ ടൈലാണ് ഇട്ടിരിക്കുന്നത്. കിണർ ആ ഭാഗത്തായിട്ടാണ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. കിണറിനെ കണ്ടിന്യൂ ചെയ്ത് വർക്ക് ഏരിയ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ വർക്ക് ഏരിയയുടെ വർക്കുകളും സ്ലാബും എല്ലാം ഇടുന്നതിനുള്ള വർക്കുകൾ ഓൺ ഗോയിങ് ആണ്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ രണ്ടാമത്തെ കാർ പാർക്കിങ്ങിനുള്ള വലിയൊരു സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും നല്ലൊരു പ്ലാൻ ബോക്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഏരിയ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ വീടിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു സ്പേസിലേക്കാണ് പോകുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലും സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ടൈൽ തന്നെയാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്കൊരു 2 ചെയറുകൾ വരെയൊക്കെ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. ഈ ഒരു പോർഷനിലായിട്ട് നമുക്കൊരു ഷൂ റാക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഡോർ. ഈസ്റ്റ് ഫേസിംഗ് ആണ്. കിഴക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മരങ്ങളൊക്കെ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നിങ്ങളുടെ ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസ് വരുന്നത്. 13 അടി നീളവും 10 അടി വീതിയുമാണ് വരുന്നത്. ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ഡബിൾ ഹൈറ്റഡ് ആണ്. മുകളിൽ നോക്കിയാൽ ഭംഗിയായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് നോക്കുവാണെങ്കിലും താഴെയും മുകളിലും സെയിം പ്രൊപ്പോർഷനിൽ തന്നെ നമുക്ക് ധാരാളം വിൻഡോസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്ലോർ ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ കളറിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈനും കൂടെ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള വിൻഡോസ് ഇവിടെ വരുന്നുണ്ട്. ഈ വോളിലൊക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് വി ഗാർഡിലാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് TV വെക്കാൻ അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. സിമ്പിളും സ്റ്റാൻഡേർഡും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴെ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ്ഡ് കബോർഡുകളുമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ ഒരു പോർഷനിലുള്ള റൂഫ് കവർ ചെയ്തിട്ടുണ്ട്. അവിടെ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞു വരുന്ന ഈ ഒരു എൻട്രൻസ് വുഡൻ ആയിട്ട് ചെയ്തിട്ട് ഭംഗിയുള്ള ഒരു ക്ലോക്ക് അവിടെ വെച്ചിട്ടുണ്ട്. ഡൈനിങ്ങിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല വുഡൻ ഡിസൈൻ വരുന്ന ടൈലാണ്. ഹാൻഡ് റെയിൽസ് ഒക്കെ ഭംഗിയായി കൊടുത്തിട്ട് ഇതിന് താഴെയുള്ള സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വിൻഡോസ് കിട്ടുന്നത് കൂടാതെ ഇവിടെയൊക്കെ കംപ്ലീറ്റ് പാനലിംഗ് ആണ്. ഈ ഒരു പോർഷനിൽ നല്ല ഭംഗിയായിട്ട് ഗ്ലാസ് ഡോറുകളൊക്കെ കൊടുത്ത് ഗ്ലാസ് പാർട്ടീഷനോട് കൂടിയിട്ട് നല്ലൊരു ക്രോക്കറി ഷെൽഫ് കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഡൈനിങ് ഹാളിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സ്ലൈഡിംഗ് മെത്തേഡിൽ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അത് തുറന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവിടെയായിട്ട് പാറ്റോ ഏരിയ കിട്ടുന്നുണ്ട്. ഇതിന്റെ നീളവും വീതിയും നോക്കുവാണെങ്കിൽ 13.5, 11.5 ഫീറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാഷ് ഏരിയ ഈ ഒരു ഭാഗത്താണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വാഷ് ബേസിൻ വരുന്നത്. ബ്ലാക്ക് ഗ്രാനൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. താഴെ കബോർഡുകളാണ്. നേരെ മുകളിൽ നോക്കിയാൽ അവിടെയും കബോർഡുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ താഴെ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടുത്തെ വർക്കുകൾ കുറച്ചും കൂടെ ഫൈനൽ ഫിനിഷ് ആവാനുണ്ട്. ഡോറിന്റെ മോഡൽ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 13, 11 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ് വരുന്നത്.
ഈ വീടൊക്കെ ഫിനിഷ് ആയി വരുമ്പോഴേക്കും പെട്ടെന്ന് സെയിൽ ആകും. അതുകൊണ്ട് നിങ്ങൾ വീടിന്റെ ഈ ഒരു വർക്കുകളൊക്കെ തീർന്നതിന് മുമ്പ് തന്നെ സെയിൽ ആകുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിലേക്ക് വിളിക്കണം കേട്ടോ. വിൻഡോസ് നോക്കുവാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, ചുറ്റിനും നമുക്ക് ആവശ്യത്തിനുള്ള വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ സിമ്പിൾ ആയിട്ടാണ് ഒരു പോർഷനിൽ മാത്രം പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. അതിന്റെ എൻഡ് പോർഷനിലായിട്ട് നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെയാണ്. നല്ല കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം ജെറയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബാത്റൂം വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസിൽ ഹാങ്ങിങ് ലൈറ്റ്സ് വരുന്നുണ്ട്, LED സ്ട്രിപ്പുകൾ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ട് ഷെൽഫുകളായിട്ടും തിരിച്ചിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിന്റെ വർക്കുകളൊക്കെ നമുക്ക് കുറച്ചും കൂടി ഫിനിഷ് ചെയ്യാനുണ്ട്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നല്ല സ്പേഷ്യസ് ആണ് വരുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനിൽ ഒരുപാട് നമുക്ക് സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ വിൻഡോസ് ഉണ്ട്, ബാക്കിയുള്ള വിൻഡോസ് ഇവിടെയാണ് വരുന്നത്. പ്യൂർ ഫ്ലെയിംസിന്റെ ചിമ്മിണി വരുന്നുണ്ട്. സറൗണ്ടിങ് ഏരിയാസിലൊക്കെ ഡിസൈനുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സിന്റെ ഏറ്റവും ടോപ്പിൽ നോക്കിയാൽ അവിടെയും നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. നേരെ മുകളിൽ റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് വർക്കുകളാണ് അവിടേക്ക് വരുന്നത്. അതുകൂടാതെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ സ്പെഷ്യൽ ആയിട്ട് കുറച്ച് കിച്ചൺ ക്യാബിനറ്റ്സ് വേറെയും വരുന്നുണ്ട്. അതും കൂടാതെ ചെറിയ ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കണമെങ്കിൽ ഈ ഒരു കൗണ്ടർ ടോപ്പിന്റെ താഴെയുള്ള ഈ ഒരു പോർഷനിൽ നമുക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷൻ ഇവിടെയാണ്. കൗണ്ടർ ടോപ്പ് നല്ല ഭംഗിയായിട്ട് ഗ്രേ കളറിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വർക്ക് ഏരിയ കിട്ടുന്നുണ്ട്. വർക്ക് ഏരിയയുടെ വർക്കുകൾ ഓൺ ഗോയിങ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് സേഫ് ആയ ഒരു വർക്ക് ഏരിയ കിട്ടുന്നുണ്ട്. വർക്ക് ഏരിയയിലും നമുക്ക് കൗണ്ടർ ടോപ്പ് കിട്ടുന്നുണ്ട്. അതിന്റെ വർക്കുകളെല്ലാം നടന്നു വരികയാണ്. സ്റ്റെപ്പ് കയറി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. കടന്നു വന്ന വഴി നോക്കിക്കോളും, നല്ല ഭംഗിയായിട്ടാണ് പാനലിംഗ് വർക്ക് ഗോൾഡൻ മിക്സറോട് കൂടിയിട്ട് ചെയ്തിരിക്കുന്നത്. മുകളിൽ നമുക്ക് വിൻഡോസ് വരുന്നുണ്ട്. സ്റ്റെയർ കേസ് വന്ന് ഈ ഒരു ഭാഗത്ത് എൻഡ് ചെയ്യാണ്. ഈ ഒരു പോർഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെയൊക്കെ ഏരിയ വളരെ സ്പേഷ്യസ് ആണ്. ഇവിടെ നമുക്ക് ചെറിയൊരു വർക്ക് സെഷൻ ടേബിൾ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ റീഡിംഗ് റൂം ആയിട്ടൊക്കെ ഈ ഏരിയ യൂസ് ചെയ്യാം. ഒരുപാട് ഷെൽഫുകളും ടേബിൾ ഫെസിലിറ്റിയും ഡ്രോയും ഒക്കെ അവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. റൂഫിലൊക്കെ ഭംഗിയുള്ള ഡിസൈനുകളാണ് വരുന്നത്. നമുക്ക് മെയിൻ ആ ഒരു ഹാളിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ നമുക്കൊരു ബാൽക്കണി ഉണ്ട്. അതൊന്ന് കണ്ടിട്ട് വരാം. ഡോർ ഓപ്പൺ ചെയ്താൽ നേരെ വരുന്നത് വലിയൊരു ബാൽക്കണിയിലേക്കാണ്. ഹാൻഡ് റെയിൽസ് ഒക്കെ സേഫ് ആയിട്ട് കൊടുത്ത ഡിസൈനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ ലൈറ്റുകൾ വരുന്നുണ്ട്. ഈ ഭാഗത്ത് നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന കംപ്ലീറ്റ് ഏരിയ നിങ്ങളുടെ അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. വലിയൊരു ഹാളാണ്. റൂഫ് തന്നെ നിങ്ങൾ നോക്കിക്കോളൂ. സിമ്പിൾ ആയിട്ടാണെങ്കിലും ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡബിൾ ഹൈറ്റഡ് ആയിട്ട് കണ്ട ഏരിയ ആണ്. ലിവിംഗ് സ്പേസിന്റെ ആ ഒരു ഏരിയ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് എല്ലാം കൊടുത്തിരിക്കുന്നത്. താഴെ കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. മുകളിൽ നമുക്ക് വിൻഡോസും കിട്ടുന്നുണ്ട്. താഴെ നമ്മൾ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് 13-10.5 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. ഓപ്പൺ ഷെൽഫുകളും ഡ്രോസും വരുന്നുണ്ട്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് വാർഡ്രോബുകളും കിട്ടുന്നുണ്ട്. റൂഫ് വളരെ സിമ്പിൾ ആണ്. ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 13-10.5 ഇതിന്റെ അളവ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല കളർ കോമ്പിനേഷനിലാണ് ടൈലുകളും കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം കാണാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഇതുപോലെ ഒരു ചെറിയ പാസേജ് വരുന്നുണ്ട്. ഇത് നമ്മളുടെ മുകളിലെ ടെറസിലേക്ക് പോകാനുള്ള ഏരിയ ആണ്. മുകളിലേക്ക് പോകുന്ന ടെറസിന്റെ ഈ ഒരു സ്പേസിലായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടും ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്കിനി ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഡോറിന്റെ പാറ്റേൺ എല്ലാം സെയിം ആണ്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13-11 ഫീറ്റ് ആണ് വരുന്നത്. ഇവിടെ 2 വിൻഡോസും ബാക്കിയുള്ള വിൻഡോസും ഈ ഒരു ഭാഗത്തുമായിട്ടാണ് വരുന്നത്. റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിളും വാർഡ്രോബും എല്ലാം കൂടെ ഒന്നിച്ച് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 13-11 ഫീറ്റിൽ വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് ഇവിടെയും ടൈലുകൾക്ക് കൊടുത്തിരിക്കുന്നത്. 3 ബാത്റൂമുകളും സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്താണ്. ചമ്പലപ്പടി എന്നാണ് സ്ഥലത്തിന്റെ പേര് പറയുന്നത്. 4 സെന്റിൽ 1800 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളോട് കൂടി ചെയ്തിരിക്കുന്ന ഈ വീട്ടിൽ വെൽ വാട്ടർ ഉണ്ട്, പാറ്റോ ഏരിയ കിട്ടുന്നുണ്ട്, നിങ്ങളുടെ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വലിയൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ ഒരു വീട് വരുന്നത്. വീടിന്റെ പ്രൈസ് 82 ലക്ഷം രൂപയാണ്. ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. 4 സെന്റ് ഓഫ് ലാൻഡിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആണ്. 82 lakhs സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്.
നിങ്ങൾക്ക് ഇത് ലോൺ ഫെസിലിറ്റിയിലും സ്വന്തമാക്കാവുന്നതാണ്. വീട് ഇഷ്ടമായെങ്കിൽ ഒട്ടും വൈകണ്ട, പെട്ടെന്ന് വിളിച്ചോളൂ. ഞങ്ങളെ വിളിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ വാട്സപ്പിലേക്ക് ജസ്റ്റ് ഒരു ഹായ് അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വിളിച്ചോളാം. എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇപ്പോൾ വരുന്ന വീടുകളെല്ലാം പെട്ടെന്ന് സെയിലായി പോകുന്ന ഒരു ട്രെൻഡാണ്. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.